എൻ്റെ അമ്മയ്ക്ക് എന്നെ ഓർത്ത് അഭിമാനമുണ്ട്. ഇത് ദീപകിന്റെ വാക്കുകളാണ്. ഒരുപക്ഷെ മുഹമ്മദ് ദീപക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആളെ മനസ്സിലാകും. അതെ, ബജ്രംഗ് ദളിന്റെ കണ്ണിൽക്കരനായ അതേ ദീപക് കുമാർ. നമ്മളുടെ ഭരണഘടന ഉയർത്തിക്കാണിക്കുന്ന സെക്യുലറിസം, സാഹോദര്യം എന്നിവയ്ക്ക് എന്താണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞയാളാണ് ദീപക്. വർഗീയ വിഷം ചീറ്റുന്നവർക്ക് ഒരു വാക്സിനാണ് ദീപക് എന്ന് സോഷ്യൽ മീഡിയ പറയുന്നു. പക്ഷെ നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ദീപകിന് നേരിടേണ്ടി വന്നത് എന്തൊക്കെയാണ്? സരസ്വതി ദേവി എൻ്റെ നാവിലിരുന്ന നിമിഷമായിരുന്നു അത്. ആ ആവേശത്തിൽ എൻ്റെ നാവിലൂടെ പുറത്തു വന്ന പേര് മുഹമ്മദ് ദീപക് എന്നായിരുന്നു. ഞാൻ ഹിന്ദുവാണെന്ന് അവർക്ക് മനസ്സിലാകുമെന്നും അതോടെ പ്രശ്നം തീരുമെന്ന് കരുതിയാണ് എൻ്റെ പേര് മുഹമ്മദ് ദീപക് എന്ന് അദ്ദേഹം മറുപടി നൽകിയത്. ഇതേ തുടർന്ന് ദീപകിനെതിരെ FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടു. നഗരത്തിൽ പ്രതിഷേധം അലയടിച്ചു. വിദ്വേഷം പടർത്തുന്നവർക്ക് കൂട്ടുനിൽക്കാനാണ് ഭരണകൂടവും പോലീസും ശ്രമിച്ചതെന്നും ദീപക് കുമാർ ആരോപിക്കുന്നുണ്ട്. ദീപക്, വിജയ് റാവത്ത് എന്നിവർക്കെതിരെയാണ് ആദ്യം ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തത്. ഇവർ ജാതീയമായി അധിക്ഷേപിക്കുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് പരാതി. തുടർന്ന് നഗരത്തിൽ പ്രതിഷേധവുമായി എത്തിയ 30ഓളം പേർക്കെതിരെയും പോലീസ് കേസെടുത്തു. പോലീസ് ബാരക്കേഡ് തകർക്കുകയും പോലീസുകാരെ പിടിച്ചു തള്ളുകയും മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തു എന്നാണ് കേസ്. എന്നാൽ അക്രമം നടത്തിയവരുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ലഭ്യമായിട്ടും പ്രതികളെ തിരിച്ചറിയാത്തവർ എന്ന് രേഖപ്പെടുത്തിയതിനെതിരെ ദീപക്കും കൂട്ടരും രംഗത്തെത്തിയിട്ടുണ്ട്. കോട്ട്ദാറിലെ സമാധാന അന്തരീക്ഷം തകർക്കാനാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ ശ്രമിക്കുന്നത്. അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയുകയില്ല. നിങ്ങൾ തന്നെ പറയൂ, ഒരാൾ അയാളുടെ കടയ്ക്ക് എന്ത് പേരിടണം എന്ന് തീരുമാനിക്കുന്നത് ഇവരാണോ? അത് തീരുമാനിക്കാൻ ബജ്രംഗ് ദൾ പ്രവർത്തകർ ആരാണ്? ജനുവരി 31-ന് ബജ്രംഗ് ദൾ പ്രവർത്തകർ ദീപകിനെ ആക്രമിക്കാൻ എത്തിയിരുന്നു. അന്ന് എന്തുകൊണ്ടാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാതിരുന്നത്? പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ അവർ അസഭ്യം പറയുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്കെതിരെയാണ്. ഒരു തെറ്റിനെ ചോദ്യം ചെയ്തു എന്നതാണോ ഞങ്ങൾ ചെയ്ത കുറ്റം? അതാണോ ഇവിടുത്തെ നീതി? ഇത് ചോദിക്കുന്നത് മറ്റാരുമല്ല, അന്ന് ദീപക്കിനൊപ്പം ബജ്രംഗ് ദൾ പ്രവർത്തകരെ തുരത്താൻ കൂട്ടുനിന്ന അദ്ദേഹത്തിന്റെ സുഹൃത്ത് വിജയിയാണ്. ഇതാണ് നമ്മളുടെ രാജ്യത്തിന്റെ അവസ്ഥ. നീതി കിട്ടേണ്ടവർക്ക് നീതി കിട്ടുന്നുമില്ല. അക്രമം നടത്തുന്നവർ അത് ചെയ്തുകൊണ്ടുമിരിക്കുന്നു.